ഹലോ നമസ്കാരം. ഇന്ന് 4 മണിക്ക് കാപ്പി കുടിക്കുമ്പോഴേ നമ്മുടെ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. 2 ബണ്ണും കുറച്ച് മിച്ചറും കുറച്ച് സോസും ഉണ്ടെങ്കിൽ സംഭവം റെഡി. മിച്ചർ ബണ്ണെന്നോ ബർഗർ മിച്ചറെന്നോ എന്നാ വേണമെങ്കിലും വിളിക്കാം. എന്നാലും കാപ്പിയുടെ കൂടെയൊക്കെ പൊളി ഐറ്റമാണ്. പണ്ട് ചില സമയത്ത് നമ്മൾ പലഹാരത്തിൻ്റെ പാട്ടയൊന്നും തപ്പി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല. അപ്പോൾ കാണും ചിലപ്പം പാട്ടയുടെ അടിയിൽ കുറച്ച് മിച്ചറും ആർക്കും വേണ്ട കിടക്കുന്ന 2 ബണ്ണും. ആ സമയത്തൊക്കെ ട്രൈ ചെയ്തിട്ടിരുന്ന ഐറ്റമാണ് കേട്ടോ. സംഭവം വളരെ നിസ്സാരമാണ്. ബർഗറിന് കട്ട് ചെയ്യുന്നതിനോട് തന്നെ ബണ്ണ് കട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് നമ്മുടെ സോസ് ഒഴിക്കണം. ആദ്യം നമുക്ക് മയണൈസ് ഇരിപ്പുണ്ടെങ്കിൽ മയണൈസ് ആയിക്കോട്ടെ ആദ്യം ഒഴിക്കുന്നത്. മയണൈസ് ഇഷ്ടമില്ലാത്തവർക്ക് മറ്റേ കെച്ചപ്പ് മാത്രം ഒഴിച്ചാലും മതി കേട്ടോ. പിന്നെ നമ്മുടെ മിക്സ്ചർ എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും മലയാളിക്ക് ഇവൻ മിക്സ്ചർ തന്നെയാണ്. അതിപ്പം തലേന്നത്തെ ടച്ചിങ്സിൻ്റെ ബാക്കി മിക്സ്ചറാണെങ്കിലും കുഴപ്പമില്ല. കടലയും എരിവും കൂടുതലുള്ള മിക്സ്ചറാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സ്ചർ സ്പൂൺ കൊണ്ട് കോരി നിരയായിട്ട് ഇടുക. എല്ലാ ഭാഗവും ചേരുന്ന രീതി ഇടുക. നടുക്ക് കുറച്ച് മാത്രം ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ക്രിസ്പിനെസ് ഒന്നും കിട്ടത്തില്ല. അപ്പം നല്ല രീതിയിൽ തന്നെ ഇടുക. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയെന്ന് വരും. കടലൊന്നും കളയരുത്. പറക്കി അവസാനം പിന്നെയും വെച്ചോണം. അയ്യെന്നൊന്നും ആരും പറയണ്ട. ഇതിൻ്റെ കൂടെ ഒരു കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ പൊളി സംഭവമാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിനകത്ത് രേഖപ്പെടുത്തിയേക്കണേ. എന്ന് പറഞ്ഞാലും ഓരോരുത്തരുടെ നാവിന് ഓരോരോ ടേസ്റ്റ് ആണല്ലോ. അപ്പം ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് എന്തുവരെ ഇഷ്ടപ്പെട്ടു. മേപ്പടിയായിട്ട് കുറച്ച് കെച്ചപ്പും കൂടെ ഒഴിക്കുക. സോസൊക്കെ ഒരുപാട് ഒഴിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എന്തുവായാലും മിക്സ്ചറാണ് ഇതിനകത്തെ മെയിൻ ഐറ്റം. മിക്സ്ചർ സംഭവമൊക്കെ സെറ്റായി കഴിയുമ്പം നമ്മുടെ ബണ്ണിൻ്റെ മുകൾ ഭാഗം കൂടെ വെച്ചിട്ട് നല്ലൊരു പ്രസ് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. കാണുമ്പോൾ തോന്നും അയ്യടാ ഇതിനാണ് ഇവൻ ഇത്രയും കിടന്ന് ചരച്ചതെന്ന്. സംഭവം നിസ്സാരമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. കൂട്ടത്തിൽ ഒരു കട്ടൻ കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം കിടക്കും. ഈ മിക്സ്ചർ വല്ലാത്തൊരു കോമ്പിനേഷനാണ്. പല സാധനത്തിനും കൂടെ പൊക്കോളും. ചായയുടെ കൂടെ ചുമ്മാ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം. വേറെ എന്തെങ്കിലും കഴിക്കുന്നതിൻ്റെ അടുത്ത് ടച്ചിങ്സ് ആയിട്ട് കഴിക്കാം. പിന്നെ എന്നാ സാമ്പാറിൻ്റെ കൂടെ ഓരോ മിക്സ് ചെയ്ത് കഴിച്ചവന്മാരുണ്ട്. പിന്നെയാ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ്.